ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷാർൽസ് വ്ളോഗ്. സോ നമ്മൾ ഇന്ന് ട്രിപ്പ് പോകാൻ പോവാണ് ഗൈസ്. നമ്മൾ എറണാകുളം പോവുകയാണ്. 1 ഡേ ട്രിപ്പാണ് കേട്ടോ. നമ്മൾ ഫാമിലി ഫുള്ളുണ്ട്. അപ്പം കഴിച്ച് നമ്മൾ ബാക്കി എല്ലാവരും ഉണ്ട് ഗൈസ്. സോ അപ്പം വരുമ്പോൾ നമുക്ക് വേറെ പിടിക്കാം ഗൈസ്. സോ നമ്മളിന്ന് എറണാകുളം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ 4 മണിയൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി ലേറ്റ് ആക്കണ്ട, അങ്ങോട്ട് ഇറങ്ങാം. ഇനി നമുക്കിനി അങ്ങോട്ടുള്ളതൊക്കെ ഇനി കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ പകുതി വഴി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ആലപ്പുഴയൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറ്റിയിരിക്കുകയാണ്. പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞു. പോവാം. അങ്ങനെ ഗൈസ്, നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് സെന്റ് ജോർജ് എടപ്പള്ളി ചർച്ചിലാണ് ഉള്ളത്. ആൻഡ് ഗൈസ്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചർച്ചാണ്. ഞാനിത് വീഡിയോയിൽ കണ്ടിട്ടേ ഉള്ളൂ ഈ ചർച്ച്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഗൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ ഒരു വ്യൂ സീൻ എവിടെ നിന്നാലും ഫ്രെയിം കിട്ടും ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്. സോ ആൻഡ് അത്ര ചൂടൊന്നും ഇല്ല കേട്ടോ ഗൈസ്. വെയില് അങ്ങനെ അത്രയില്ല, ഓക്കെയാണ്. ഞാൻ ഭയങ്കര ചൂടും സീനൊക്കെ ആയിരിക്കും, പക്ഷെ ഇല്ല കേട്ടോ ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. സോ നമുക്കിനി അകത്തോട്ട് പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് നമ്മൾ നേർച്ച മേടിച്ചു. നമ്മൾ ഒരെണ്ണേ മേടിച്ചുള്ളൂ, വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ആൻഡ് ഫസ്റ്റ് വൺ നൈസ്, അടിപൊളിയാണ്. അത് മെട്രോ ആണ് കേട്ടോ. കുറച്ച് മുമ്പേ പോയായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. കണ്ടു ഗൈസ് പള്ളിയുടെ വ്യൂ. എവിടെ നിന്നാലും വ്യൂ ആണ് ഗൈസ് പള്ളി. നൈസായിട്ട് പാർക്കിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല നല്ല സ്ഥലമുണ്ട്. നമ്മുടെ വണ്ടി അവിടെ ഇട്ടത്. ആൻഡ് ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഒരു വെജ് ഹോട്ടലിലാണ് കയറുന്നത്. നെക്സ്റ്റ് വരാം. ആൻഡ് ഗൈസ്, നമ്മളിപ്പോൾ അടുത്ത സ്പോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണുള്ളത്. ആൻഡ് നമ്മളിപ്പം ബോട്ടിങ്ങിന് വേണ്ടി പോവാണ്. സോ നമുക്കിനി അങ്ങോട്ടുള്ളേക്ക് ഇനി കാണാം. പിന്നെ ഗൈസ്, ബോട്ടിംഗ് സെറ്റായിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ എവിടെ ട്രിപ്പ് പോയാലും ഞങ്ങൾക്കൊരു ബോട്ടിംഗ് ഉറപ്പായിരിക്കും. നമ്മൾ പ്ലാൻ ചെയ്തില്ലെങ്കിലും നമ്മൾ എവിടെ ആണെങ്കിലും നമ്മൾ ബോട്ടിങ്ങിന് പോയിരിക്കും. അങ്ങനെയാണ്. അങ്ങനെ ഫൈനലി എറണാകുളം വന്നപ്പോൾ നമ്മൾ എറണാകുളം ബോട്ടിങ്ങിന് വന്നു. നമ്മൾ വാട്ടർ മെട്രോ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വാട്ടർ മെട്രോ തന്നെ. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ തന്നെ കയറാം. നമുക്കിവിടെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. നമ്മളിവിടെ വന്നപ്പോഴാണ് ഒരു ചേട്ടൻ വന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞു ഇങ്ങനെ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓക്കെ, നമുക്ക് ഇവിടുന്ന് ചെയ്യാമെന്നും പറഞ്ഞ് പ്ലാൻ മാറ്റി നമ്മൾ ഇവിടുന്ന് തന്നെ ബോട്ടിങ് ചെയ്യുകയാണ് ഗൈസ്. ഇത് നല്ല അടിപൊളി സെറ്റപ്പായിരുന്നു കേട്ടോ ഗൈസ്. പാട്ടൊക്കെ ഇട്ട് വൈബായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഗൈസ്, നമ്മൾ ബോട്ടിങ്ങിന് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ മറൈൻ ഡ്രൈവ് നമ്മൾക്ക് ബോട്ട് കിട്ടി. അവൈലബിൾ ആണ് ആൻഡ് അഫോർഡബിൾ ആണ് കേട്ടോ റേറ്റ് ഒക്കെ. അങ്ങനെ നമ്മൾ കയറി, നമ്മളെല്ലാവരും ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള ഇനി കാണാം.
ഗൈസ്, നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്ക് ഈ സ്ഥലം അറിയായിരിക്കും. ഇവിടെ ഒരു മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. മൂവി ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഈ സ്ഥലം പിന്നെ ഞാൻ പറയുന്നില്ല, നമ്മുടെ സർവ്വമായ മ്യൂസിക് ഷൂട്ട് ചെയ്ത സ്പോട്ടാണിത്. ഗൈസ് അങ്ങനെ നമ്മൾ മെറൈനൊക്കെ കറങ്ങി നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോയി. നൈസായിരുന്നു. നല്ല ചൂടുണ്ട് ഗൈസ്. രാവിലത്തെ പോലെ ഉച്ചയായപ്പോൾ നല്ല ചൂട്. അടിപൊളി. ഞാൻ ഓടി പോയി കാറി കയറട്ടെ. ആൻഡ് ഗൈസ് നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി. വല്ലാർപാടം ചേർച്ചാണ്. മാസ് എടുക്കണം ഗൈസ്. അപ്പം വോയിസ് ഇച്ചിരി പ്രശ്നമായിരിക്കും. ഗൈസ്, എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വർക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എൻട്രിയിൽ തന്നെ കൊടുത്തത് നല്ലതായിട്ടുണ്ട്, വളരെ നൈസായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ഇടത്തും ബുഗെയിൻ വില്ലാസ് ഉണ്ട്. സോ നല്ല വെയിലായതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ അടുത്തൊന്നും പോയി ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. നല്ല വെയിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാസ് അടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചേർച്ചിൽ കയറാനും പറ്റിയില്ല. അവിടെ മോർണിംഗ് മാസ് നടക്കുകയായിരുന്നു. നമ്മൾ സൺഡേ ആണ് പോയത്. അപ്പം മിക്ക പള്ളികളിലും മാസ് നടക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ ഫസ്റ്റ് സെൻറ്റ് ജോർജിൽ അവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടായിരുന്നു ആൾക്കാർ പോകുന്നുണ്ടായിരുന്നത് മാസിന്. പക്ഷെ ഇവിടെ മാസ് നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അപ്പോൾ വിചാരിച്ചു ബാക്കിലൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ട് വരാമെന്ന്. അപ്പോൾ ഇതൊരു കുഞ്ഞു ചാപ്പലാണ് കേട്ടോ. ചേർച്ചിൻ്റെ ബാക്കിലായിട്ടുള്ളൊരു കുഞ്ഞു ചാപ്പലാണ്. ആൻഡ് അവിടെ ഗൈസ് ഇത് കണ്ടോ ഗൈസ്, അതിൽ നിന്ന് നമുക്കിങ്ങനെ വെള്ളം, നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഗൈസ്. അത് നമുക്ക് കുടിക്കാം. അവിടെ നിന്ന് അവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് എടുത്ത് കുടിക്കാനൊക്കെ പറ്റും. ഗൈസ് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടാണ് ലവ് കൊച്ചി. അങ്ങനെ നമ്മൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. പിന്നെ നമ്മളൊരു മോളിലാണ് കേട്ടോ വന്നത്. ഗൈസ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ജൂ ടൗണിലാണ്, മട്ടാഞ്ചേരി ഉള്ളതാണ്. സോ ഇവിടെ ഫുൾ ഷോപ്പിംഗ് ആണ് ഗൈസ്. നമുക്ക് ഇനിയിപ്പോൾ ഷോപ്പ് ചെയ്യാം ഗൈസ്. ആൻഡ് ഗൈസ്, ഇതൊരു ഫോട്ടോ സ്പോട്ട് ഏരിയ ആണ്. നമ്മൾ ഇവിടെ നിന്നാണ് കുറേ ഫോട്ടോസ് എടുത്തത്. പല പല ആംഗിളിൽ നിന്ന് കുറേ ഫോട്ടോസ് നമ്മൾ എടുത്തു. അതേപോലെ കുറേ സേവ് ദ ഡേറ്റ് ഒക്കെ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഗൈസ് ഇവിടെ കുറേ മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ജൂ കോളനി. ആൻഡ് നമ്മൾ കുറേ അടിപൊളി ഡ്രസ്സസ് ഉണ്ട്. നമുക്കിനി ചോദിക്കും. അങ്ങനെ ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ലൈറ്റൊക്കെ കുറവായതുകൊണ്ട് തന്നെ. കുഞ്ഞു കടയില്ല, ലൈറ്റിംഗ് ഒക്കെ കുറവാണ്. ഇനി ട്രൈപ്പോഡ് എടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. സ്റ്റോൾസൊക്കെ നല്ല പല പല വെറൈറ്റി ഗൈസ്, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. എനിക്ക് കുറേ കഫ്താൻസ് പല തരം മോഡൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സ്പോട്ടിനും കൂടെ വന്നു. അർത്തിങ്കൽ പള്ളിയിലാണ് നമ്മൾ വന്നത്. നമ്മൾ റൂട്ട് വേറെ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ഈ പള്ളിയിൽ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് യെസ്, അങ്ങനെ നമ്മുടെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ടീ കുടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ് ഗായ്സ്. അപ്പം ഇനി ചായ കുടിക്കാൻ പറ്റും. ഗൈസ് ഈ പള്ളിയിൽ ഈവനിങ് മാസ് നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തു കുറച്ച് നേരം. അതിനുശേഷം നമ്മൾ പുറത്തോട്ടൊക്കെ പോയി ഒന്ന് കണ്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ എറണാകുളം ട്രിപ്പ് ഇതാ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക. സോ ഞാൻ എൻ്റെ കുറച്ച് പിക്സൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. ഞാൻ എടുത്ത പിക്സൊക്കെ ഇവിടെ കൊടുത്തേക്കാം. ഗൈസ് ഞാൻ ഇതിൽ കുറച്ച് പിക്സ് ഇട്ടിട്ടുള്ളൂ. കൂടുതൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വിസിറ്റ് ചെയ്താൽ മതി. ഇറ്റ്സ് മീ ഷാരൽ. അതിൽ ഞാൻ റീൽസും അതേപോലെ തന്നെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡു സപ്പോർട്ട്. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.